ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയ ബെഡ്റൂമിൻ്റെ ഏരിയ ആണെങ്കിലും അത് നമുക്ക് ഭാവിയിലേക്ക് ബെഡ്റൂമായിട്ട് എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഹോം തിയേറ്റർ സിസ്റ്റം നമുക്ക് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒരു ഹോം തിയേറ്റർ സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ഒരു സ്ക്വയറായിട്ട് വരുന്ന ഒരു 12x10 വരുന്ന റൂമാണ് വരുന്നത്. ആ റൂമിൽ വരുന്നത് നമ്മൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മളൊരു ഹോം തിയേറ്റർ മൊത്തം സെറ്റ് ചെയ്ത് അത് TV യൂണിറ്റും കാര്യങ്ങളെല്ലാം പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ എവിടെയാണോ TV വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ആദ്യമേ തന്നെ TVക്ക് വേണ്ട ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തു. അതിൻ്റെ താഴെ അതായത് ഒരു ടേബിൾ ഹൈറ്റ് വരാവുന്ന രീതിയിൽ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാവുന്ന രീതിയിൽ ഒരു 6 മോഡുകളുടെ അല്ലെങ്കിൽ 8 മോഡുകളുടെ സ്വിച്ച് ബോർഡ് നമ്മളവിടെ കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ലോ കോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭിത്തിയിൽ തന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 120 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 2 മോഡുകളുടെ ഒരു ബോക്സ് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ സ്മാർട്ട് TV കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സ്മാർട്ട് TV അല്ല നമ്മൾ കൊടുക്കുന്നതെങ്കിലും നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ടർ വേണമെങ്കിൽ പ്രൊജക്ടർ കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രൊജക്ടറോ അല്ലെങ്കിൽ എന്ത് ഹോം തിയേറ്റർ സിസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡുകളിൽ കണ്ടോ, സൈഡുകളിലെല്ലാം തന്നെ നമ്മുടെ ഹോം തിയേറ്റർ ഇയർ ഹൈറ്റ് ഏകദേശം ഒരു 5 അടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ഇയറിൻ്റെ സൈഡ് വരാവുന്ന രീതിയിലാണ് നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ബാക്കിൽ അതായത് TV വയ്ക്കുന്ന ഏരിയയിൽ നമ്മൾ ബാക്കിലായിട്ട് ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ലെഫ്റ്റ് വരാവുന്ന രീതിയിൽ 2 പോയിന്റ് കൊടുത്തു. ബാക്കിൽ റിയൽ ലെഫ്റ്റ് റൈറ്റ് വരാവുന്ന രീതിയിൽ ബാക്കിലും 2 പോയിന്റ് കൊടുത്തു. 2 സ്പീക്കർ വരും. ഇനി സറൗണ്ടിങ് സിസ്റ്റം നമ്മൾ അപ്ഗ്രേഡ് ആവുന്ന സിസ്റ്റം 5.1 അല്ലെങ്കിൽ 7.1 ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈഡിലും വരാവുന്ന രീതിയിൽ നമ്മൾ 2 പോയിന്റുകൾ കൊടുത്തു. ഇനി അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ AC സ്വിച്ച് കാര്യങ്ങളൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ബോർഡ് കൂടി കൊടുത്തു. AC പോയിന്റ് പിന്നെ മുകളിൽ വേണമെങ്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ ലൈറ്റ് ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ആ സീലിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു 3 പൈപ്പ് എക്സ്ട്രാ പൈപ്പ് നമ്മൾ TVയുടെ ഏരിയയിൽ നിന്ന് വെട്ടി മുകളിലേക്ക് ഇട്ടുകയാണെന്ന് കാണാൻ സാധിക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ടറോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭിത്തി അതായത് മുകളിൽ സീലിൽ നിന്നായിരിക്കും പ്രൊജക്ടറിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വരുന്ന ഡാറ്റ കേബിൾ അതുപോലെ തന്നെ അതിൻ്റെ ലാൻ കണക്ഷൻ അതെല്ലാം വയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ പവർ കോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹോം തിയേറ്റർ സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് സീലിങ്ങിലൂടെ കൊണ്ടുപോകണമെങ്കിലും അതിനുള്ള പൈപ്പ് നമ്മൾ എക്സ്ട്രാ ഇട്ടാൽ മതി. ഇനി അതല്ല ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വൈഫൈയുടെ കണക്ഷൻ കാര്യങ്ങൾ OFC ഒപ്റ്റിക് ഫൈബർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പുറമെ മുകളിൽ സീലിങ്ങിലൂടെ നമുക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അത് നേരെ പൈപ്പ് ഇട്ടിട്ട് നേരെ പുറത്തേക്ക് തുളച്ച് നമുക്ക് അതിലൂടെയാണ് OFC കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് വൈഫൈ കണക്ഷന് വേണ്ടിയിട്ട് വൈഫൈയുടെ കണക്ഷൻ അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോം തിയേറ്റർ സിസ്റ്റം ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അത് ചെറിയ റൂമാണ്. ഇനി അതല്ല ഇത് നമുക്ക് തിയേറ്ററിൽ വേണ്ട പിന്നീട് നമുക്ക് വേണമെങ്കിൽ റൂമാക്കി മാറണമെങ്കിലും അതിനുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയയിൽ തന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാവിയിൽ വേണമെങ്കിൽ റൂമായിട്ടും സെറ്റ് ചെയ്യാം. ഇനി ഹോം തിയേറ്റർ സിസ്റ്റം ആണെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.